ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ 2024 ഓരോ മാസവും ഓരോ വിശുദ്ധരെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈശോയുടെ പ്രിയപ്പെട്ട 12 അപ്പോസ്തലന്മാരെക്കുറിച്ച് കൂടുതൽ അറിയുകയും പ്രാർത്ഥിക്കുകയും അവരോട് വലിയ മധ്യസ്ഥം വഹിച്ച് മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മൾ ജനുവരി മാസത്തിൽ വിശുദ്ധ പത്രോസ്ലിഹായോടും കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസത്തിൽ വിശുദ്ധ അന്ത്രയോസിനോടും ഒക്കെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകമായിട്ട് ഈശോയുടെ പ്രിയപ്പെട്ട 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ, ഈശോയുടെ ആദ്യത്തെ 4 ശിഷ്യന്മാരിൽ ഒരാളായ, ഈശോയുടെ പരസ്യജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊക്കെ കൂടെ നടന്ന് വലിയൊരു സാക്ഷിയായി ജീവിച്ച ഈശോയുടെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധ യാക്കോബിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ പോവാണ്. വിശുദ്ധ യാക്കോബിനോട് പ്രത്യേകം മധ്യസ്ഥം വഹിക്കാൻ പോവാണ്. ദൈവാനുഗ്രഹത്താൽ നമുക്കിതെല്ലാം നല്ല ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന് വിശുദ്ധ യാക്കോബ് സ്ലീഹയെ പോലെ ഈശോയെ കൂടുതൽ അടുത്തറിയാനും സ്നേഹിക്കാനും ഈശോയെ ഫോളോ ചെയ്യാനും ഒക്കെ ഒന്ന് പരിശ്രമിക്കാം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ 2 യാക്കോബുമാർ നമുക്ക് കാണുന്നുണ്ട്. നമ്മളിങ്ങനെ കോമൺ ആയിട്ട് പറയാറുണ്ട്, വലിയ യാക്കോബും ചെറിയ യാക്കോബും. പൊക്കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതനുസരിച്ചാണ്. നമുക്കറിയാം, വലിയ യാക്കോബിന് ഈശോയുടെ പ്രിയപ്പെട്ട 12 പേരിൽ ഒരാളായ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിന് ഇച്ചിരി പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വലിയ യാക്കോബ് എന്ന് വിളിക്കുന്നത്. നമ്മൾ മർക്കോസ് സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ തൻ്റെ 12 പേരെ വിളിക്കുന്നതും അവർക്ക് പേര് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് 2 യാക്കോബുമാരെ. ഒന്ന് സെബദിയുടെ പുത്രനായ യാക്കോബ്, അത് യോഹന്നാൻ്റെ സഹോദരൻ. ആ ആളെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശുദ്ധനെയാണ് നമ്മൾ വലിയ യാക്കോബ് എന്ന് വിളിക്കുന്നത്. യാക്കോബിന് മറ്റൊരു പേരും കൂടെ ഉണ്ടല്ലോ, മറ്റൊരു ട്രാൻസ്ലേഷനിൽ ജെയിംസും യാക്കോബും ഒരാൾ തന്നെ കേട്ടോ. അപ്പോൾ ചെറിയ യാക്കോബും കൂടെ ഉണ്ട്, അത് ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് പിടികിട്ടും. 2 യാക്കോബുമാരുണ്ട് ഈശോയുടെ ശിഷ്യന്മാരിൽ, വലിയ യാക്കോബ്, ചെറിയ യാക്കോബ്. വലിയ യാക്കോബ് ആരാണ്? യോഹന്നാൻ്റെ സഹോദരനാണ്, സെബദിയുടെ പുത്രനാണ്. ചെറിയ യാക്കോബ് ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്. 2 പേരുടെയും പ്രാധാന്യത്തിനനുസരിച്ചാണ് ഈ വലിയ യാക്കോബെന്നും ചെറിയ യാക്കോബെന്നും നമ്മൾ പേരിട്ട്, സുവിശേഷം അവരെ പേരിട്ട് വിളിക്കുക. ഇപ്പോൾ ഈശോയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും, ഈശോയുടെ ഒരു പരസ്യജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം 3 പേരെ കൂടെ കാണാം. ഒന്നാരാണ്? പത്രോസ്ലിഹ, പിന്നെ യോഹന്നാൻ, ഒപ്പം തന്നെ യാക്കോബ്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ യാക്കോബാണ് ഈശോയുടെ പരസ്യജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊക്കെ, ചില അത്ഭുതങ്ങളിൽ, ഏറെ പ്രത്യേകമായിട്ട് മലമുകളിൽ രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത്, ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ പത്രോസിൻ്റെ കൂടെയും യോഹന്നാൻ്റെ കൂടെയും ആരുണ്ട്? പ്രിയപ്പെട്ട യാക്കോബ് സ്ലിഹായും കൂടെ ഉണ്ട്. ഒത്തിരി അധികം കാര്യങ്ങൾ യാക്കോബ് സ്ലിഹയെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പസ്തോല പ്രവർത്തനം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 12 അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്കറിയാം, ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ സമയത്ത് ഒരു പ്രത്യേക മൊമെൻറ്റിൽ, ഒരു വലിയ എപ്പിസോഡിൽ യോഹന്നാനും യാക്കോബും അവരുടെ പ്രിയപ്പെട്ട അമ്മച്ചീനെയും കൊണ്ട് പോയി ഈശോയുടെ അടുത്തൊരു റെക്കമെൻഡേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അവർ പോയി പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ ഇടതും വലതും ഇരിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് 2 പേർക്കും തരണം, അമ്മയെ കൊണ്ടൊക്കെ റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് യോഹന്നാനും യാക്കോബൊക്കെ. ഈശോ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ഈ പീഡാസഹനത്തെക്കുറിച്ച്, ഈശോയുടെ രാജ്യത്തിൻ്റെ അംഗങ്ങളാവണമെങ്കിൽ, ഇടതും വലതും ഒക്കെ ഇരിക്കണമെങ്കിൽ, ഈ രക്തസാക്ഷിത്വം ഇല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ഈശോ സഹിച്ചതുപോലെയുള്ള പീഡകൾ സഹിക്കാനും കൂടെ ക്രിസ്തു ശിഷ്യൻ തയ്യാറാവണം എന്നുള്ളൊരർത്ഥത്തിലാണ് ഈശോ ചോദിക്കുക, എൻ്റെ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോയെന്ന്. യാക്കോബ് സ്ലിഹ അതിനാദ്യത്തെ ഉത്തരം കൊടുക്കുന്നതാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 12-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുക. ഹെറോദ് അഗ്രിപ്പായുടെ ഭരണകാലത്ത് അയാൾ രക്തസാക്ഷിയായിട്ട് മാറുകയാണ്. ഈശോയുടെ അപ്പസ്തോലന്മാരിലെ ആദ്യത്തെ രക്തസാക്ഷി, ദ ഫസ്റ്റ് മാർട്ടർ എമംഗ് ദി അപ്പോസ്റ്റൽസ്. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ, അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് തീരുകയാണ് യാക്കോബ് സ്ലിഹ. ഈശോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം യാക്കോബ് സ്ലിഹ അവിടെ വെച്ച് കൊടുക്കുകയായിരുന്നു.
എൻ്റെ പാനപാത്രം കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ രക്തം ചിന്തി യാക്കോബ് സ്ലീഹ ഈശോയുടെ ആ സ്നേഹത്തിനും ആ ചോദ്യത്തിനും ഉത്തരം കൊടുത്തു. തീർച്ചയായിട്ടും ഈശോയുടെ അടുത്ത് ഇരിക്കാനുള്ള ഒരു കൃപയും അനുഗ്രഹവും ഈ അപ്പസ്തോലന്മാരിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യാക്കോബ് സ്ലീഹായ്ക്ക് ഈശോ കൊടുത്തിട്ടുണ്ടാകും. രക്തസാക്ഷിത്വം ഈശോയെ ഫോളോ ചെയ്യാനുള്ള വലിയൊരു വഴിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യാക്കോബ് സ്ലീഹയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ വേണ്ടി നമ്മൾ രക്തം ചിന്തിയിട്ടുണ്ടാവില്ല, നമ്മൾ രക്തസാക്ഷികളായിട്ടില്ല. പക്ഷെ എവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ വേദനിക്കുന്നുണ്ടോ, എവിടെയൊക്കെ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ, ആ ചോദ്യം ചെയ്യപ്പെടുന്ന സമയങ്ങളിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ഈശോയെ ഫോളോ ചെയ്യുന്നതിൻ്റെ പേരിലൊക്കെ കളിയാക്കപ്പെടുമ്പോഴും നമ്മൾ തലയുയർത്തി പിടിച്ച് നെഞ്ച് നിവർത്തി പിടിച്ച് ഞാൻ ഈശോയെ വിട്ട് ഒരു കളിക്കുമില്ല, ഈശോയെ വിട്ടൊരു പരിപാടിക്കും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാർട്ടിഡം. നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങൾ വസിക്കുന്ന സമൂഹത്തിൽ എല്ലാവരും ഈശോയെ തള്ളിപ്പറയുകയും ഈശോയെ വിശ്വസിക്കുന്നത് ഒരു കുറവായിട്ടൊക്കെ കാണുകയും ചെയ്യുന്ന, ഒരു ഫാഷനായിട്ടൊക്കെ കാണുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ ഈശോ ആണ് എനിക്ക് ഏറ്റവും പ്രധാനം, ഹീസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി, ഈശോ കഴിഞ്ഞിട്ട് എനിക്ക് എന്തും ഉള്ളൂ, ഈശോയ്ക്ക് വേണ്ടി എന്ത് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ത്രൂ SME മാർട്ടിഡം. ഒരു ചെറിയ തരത്തിലുള്ള രക്തസാക്ഷിത്വത്തിൽ കൂടെ നമ്മളും കടന്നു പോവാണ്. ഈശോയുടെ അടുത്തിരിക്കാൻ ആ ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു രക്തസാക്ഷിത്വങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയായിട്ട് ജീവിക്കുക. പ്രത്യേകിച്ച് ചലഞ്ചിങ് സിറ്റുവേഷനിൽ, എല്ലാം ഓക്കെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല, ഈ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സമയങ്ങളിൽ, ഈ മതവികാരങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈശോയെ വിശ്വസിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒരു കുറവായിട്ട് കാണുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ഈശോയ്ക്ക് മാത്രമേ ഞാൻ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ, ഈശോ കഴിഞ്ഞിട്ടേ എനിക്ക് എന്തും ഉള്ളൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കുകയാണ്. തീർച്ചയായിട്ടും ഈശോയുടെ ഇടതും വലതുമല്ല, ഈശോയുടെ മടിയിൽ, ഈശോയുടെ നെഞ്ചോട് ചേർത്തിരിക്കാനുള്ള ഒരു അനുഗ്രഹം ഈശോ നമുക്ക് തരും. യാക്കോബിൻ്റെ സഹോദരനായ പ്രിയപ്പെട്ട യോഹന്നാൻ സ്ലീഹായ്ക്ക് അങ്ങനെ നെഞ്ചോട് ചേർന്നിരിക്കാനുള്ള അനുഗ്രഹം ഈശോ കൊടുത്തിരുന്നു. യാക്കോബ് സ്ലീഹായ്ക്കും ആ ഒരു കൊതി, അടുത്തിരിക്കാനുള്ള കൊതിക്ക് ഈശോ മറുപടി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തൻ്റെ രക്തസാക്ഷ്യത്തിലൂടെ യാക്കോബ് സ്ലീഹ താൻ എത്ര വലിയ ശിഷ്യനാണെന്നും താൻ ശരിക്കും വലിയൊരു യാക്കോബാണെന്നും പ്രൂവ് ചെയ്ത് കൊടുത്തു ഈശോയുടെ മുമ്പിൽ. ഈശോയെ നിൻ്റെ അടുത്തിരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന് എളിമയോടുകൂടി രക്തം ചിന്തിയിട്ട്, ധൈര്യത്തോടുകൂടി രക്തം ചിന്തിയിട്ട് യാക്കോബ് സ്ലീഹ കാണിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ അവസരങ്ങൾ വരും ഈശോയെ മുറുകെ പിടിക്കാൻ, ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ. ആ സമയത്തൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ധൈര്യം കുറഞ്ഞു പോവുകയാണെങ്കിൽ, ഈശോയെക്കുറിച്ച് പറയാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ, ഈശോയെക്കുറിച്ച് പറയുന്നത് ഒരു നാണക്കേടായിട്ടൊക്കെ തോന്നുന്നുണ്ട്, ആഗ്രഹം ഉണ്ടായിട്ടും പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറവുകളുടെ സിറ്റുവേഷനിൽ വിശുദ്ധ യാക്കോബിൻ്റെ മധ്യസ്ഥം വഹിക്കണം. നമ്മൾ വലുതാവട്ടെ ചെറുതാവട്ടെ ഈശോയുടെ മുമ്പിൽ നമുക്കെല്ലാം പ്രാധാന്യമുണ്ട്. ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരെല്ലാം ഈശോ എടുത്തു വെച്ചിരിക്കുന്നത് തൻ്റെ നെഞ്ചിലേക്കാണ്. അതിനുള്ളൊരു സൗഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാവണം. ഈശോയുടെ രൂപാന്തരീകരണ മലയിലും ഈശോയുടെ ഗത്സമൻ തോട്ടത്തിലും, രണ്ട് മലകളിലും യാക്കോബ് സ്ലീഹയെ നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം പോലെ തന്നെ നമ്മുടെ സങ്കടങ്ങളും നമുക്കുണ്ടാകാം, മഹിമയുടെ ദിവസങ്ങളുണ്ടാകാം. രണ്ട് സാഹചര്യത്തിലും ഈശോയുടെ കൂടെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. മഹിമയോടുകൂടി നിൽക്കുന്ന താബോർ മലയിലും സങ്കടത്തോടുകൂടി ഇരിക്കുന്ന ഗത്സമൻ തോട്ടത്തിലും ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണം. അതിനുള്ള വലിയ കൃപ നമുക്ക് യാക്കോബ് സ്ലീഹായോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ 3 മാസം ഓരോ വിശുദ്ധരോട് പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ്. അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പരിശ്രമിക്കാം. നമ്മൾ ഈ കൊച്ചു വീഡിയോ കൂടെ ഇടുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഈ വിശുദ്ധരെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ശ്രമിക്കണം. 2024 24/2 12 അപ്പസ്തോലന്മാരെ കുറിച്ച് നമ്മൾ ധ്യാനിക്കും, പ്രാർത്ഥിക്കും. ഇവരുടെ വലിയ മധ്യസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിക്കും. നമ്മൾ ഈ മാസങ്ങളിലൊക്കെ ചിന്തിച്ച വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ അന്ത്രയോസിൻ്റെയും വിശുദ്ധ യാക്കോബിൻ്റെയും വലിയ മധ്യസ്ഥവും സഹായവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ ജോലി, ശുശ്രൂഷ, പഠനം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ ഈ അപ്പസ്തോലന്മാർ പ്രാർത്ഥനയോടെ സഹായിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം
ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.